ഹായ് മക്കളെ, വെൽക്കം ടു JEE ഫിസിക്സ് കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ JEEക്ക് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ശരി. സോ ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ഫിസിക്സിൽ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇവരെ ബേസ് ക്വാണ്ടിറ്റീസ് എന്നും പറയാറുണ്ട്. ഇതിൽ ഒന്നാമത്തത് മാസാണ്. മാസിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി ഡൈമെൻഷണൽ ഫോർമുല പഠിക്കാനായിട്ട് നമ്മൾ മാസിനൊരു സ്പെഷ്യൽ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാസിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല നമ്മൾ ക്യാപിറ്റൽ M എന്ന് എഴുതിയിട്ട് ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് മാസിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല. അടുത്തത് രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ലെങ്ത്തിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ L എന്ന് എഴുതിയിട്ട് ഒരു സ്ക്വയർ ബോക്സ്. അടുത്തത് ടൈമാണ്. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി ഡൈമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ T എന്ന് എഴുതിയിട്ട് ഒരു സ്ക്വയർ ബോക്സ്. അടുത്ത ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. ഡൈമെൻഷണൽ ഫോർമുല ഒന്നുകിൽ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ A എന്ന് എഴുതുക, അതല്ലെങ്കിൽ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ I എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്ത ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഡൈമെൻഷണൽ ഫോർമുല സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ K. അടുത്ത ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇദ്ദേഹത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. ഇനി ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ MOL എന്ന് എഴുതിയാൽ മതി. അവസാനത്തെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാനായിട്ടുള്ളൊരു സംഗതിയാണിത്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡില. ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ CD എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്. ഇനി നിങ്ങൾ ഫിസിക്സിൽ കാണാൻ പോകുന്ന മറ്റു ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്തുകൊണ്ടാണ് ഡിറൈവ്ഡ് എന്ന് വിളിച്ചത്? കാരണം ഇനി നിങ്ങൾ ഫിസിക്സിൽ കാണുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഏരിയയെ കുറിച്ചാണ്. ഏരിയ ഈസ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഏരിയയുടെ ഡൈമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതണം, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് എന്തറിയണം, ഏരിയയുടെ യൂണിറ്റ് അറിയണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏരിയയുടെ ഇക്വേഷൻ അറിയണം, ഏതെങ്കിലും ഒരു കാര്യം അറിയണം. എനിക്കിവിടെ ഏരിയയുടെ യൂണിറ്റാണ് ആദ്യം ഓർമ്മ വന്നത്, മീറ്റർ സ്ക്വയർ. ഓക്കെ, മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ, ലെങ്ത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, മീറ്ററിന് ലെങ്ത്ത് L എന്ന് എഴുതിയിട്ട് L-ൻ്റെ സ്ക്വയർ ഒരു ബോക്സ്. ഇതാണ് ഏരിയയുടെ ഡൈമെൻഷണൽ ഫോർമുല. അടുത്ത ക്വാണ്ടിറ്റി ഞാൻ വോളിയാണ് എടുക്കുന്നത്. വോളിയത്തിൻ്റെ യൂണിറ്റ് എനിക്ക് ആദ്യം ഓർമ്മ വന്നു, മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്ററിന് L പിന്നെ ക്യൂബ്, L ക്യൂബ്. ഇതാണ് വോളിയത്തിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല. അടുത്തതായിട്ട് എനിക്ക് വെലോസിറ്റി ഇതിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല എഴുതണം. എനിക്ക് അതിൻ്റെ യൂണിറ്റാണ് ഓർമ്മ വന്നത്, മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററിന് പകരം ലെങ്ത്ത്, സെക്കൻഡിന് T. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ഈ ടീനെ മുകളിലേക്ക് എടുക്കുമ്പോൾ T⁻⁻1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ചില ഐഡൻറ്റിറ്റീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാത്സിലെ അതിലൊരു ഐഡൻറ്റിറ്റി ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് 1/A⁻n = A⁻−n. ഇവിടെ വെറുതെ T എന്ന് പറഞ്ഞാൽ എന്താ, T⁻1 ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് എടുക്കുമ്പോൾ T⁻−1 ആവും അക്കോർഡിംഗ് ടു ദിസ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ കാര്യം കൂടെ ഞാൻ എഴുതാം. വെറുതെ A എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് A⁻1. ഇനിയിപ്പോൾ A⁻0 എന്ന് പറഞ്ഞാൽ എത്ര, അത് 1 ആണ്. ക്ലിയർ? രണ്ട് ഐഡൻറ്റിറ്റി കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇതാണ്, ഞാനിവിടെ എഴുതാം. A⁻m-നെ A⁻n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, A എന്ന് എഴുതിയിട്ട് M-ൽ നിന്നും N മൈനസ് ചെയ്യാം.
ഇനി എ റേസ് ടു എമ്മിനെ എ റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എ എന്ന് വെറുതെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, എമ്മും എന്നും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ക്ലിയർ? അപ്പോൾ ഇത് എക്സ്പോണൻസിൻ്റെ കുറച്ച് റൂളാണ്, നമുക്കിത് ആവശ്യം വരും ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അടുത്ത ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ പറയുന്നത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം മീറ്ററിന് പകരം ഞാൻ എന്ത് എഴുതി, ലെങ്ത് എന്ന് എഴുതി, സെക്കൻഡിന് ടി, പിന്നെ അതിൻ്റെ സ്ക്വയർ, ടി സ്ക്വയറിന് മുകളിലേക്ക് എടുക്കുമ്പോൾ LT⁻². ഇതാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അടുത്തത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് MA എന്ന് പറയുന്ന ഇക്വേഷനാണ് ഓർമ്മ വന്നത്. ഓക്കെ, യൂണിറ്റ് വേണമെന്നില്ല, ഇക്വേഷൻ ആയാലും മതി. ഇവിടെ മാസിന് പകരം ഞാൻ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ M എന്ന് എഴുതണം. മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. ഇനി ആക്സലറേഷൻ്റെ ഡയമെൻഷൻ, ആക്സലറേഷന് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചു, LT⁻². അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അടുത്തത് ഞാൻ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എനർജിയും വർക്കും സെയിം ആണ്, അപ്പോൾ അവരുടെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു എനർജിയുടെ ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതിയാലും മതി. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയോ ലെങ്ത് അല്ലേ, L എന്ന് എഴുതിയാൽ മതി. സോ എന്ത് കിട്ടിയടാ, L ഇൻറ്റു L², ML²T⁻². ഇതായിരിക്കും നമ്മുടെ എനർജിയുടെ ഡയമെൻഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രഷറും കൂടെ എഴുതാം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². ഏരിയയുടെ ഡയമെൻഷൻ L², അല്ലേ? അപ്പോൾ ഇവിടെ ഒരു L ക്യാൻസൽ, ബാക്കി എന്തുള്ളത് ML⁻⁻1 T⁻². ഇതാണ് നമ്മുടെ പ്രഷറിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡയമെൻഷണൽ ഫോർമുലാസ് ആണ്. നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, എനർജി, വർക്ക്, പ്രഷർ. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, JEE കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഹിൻറ്റുകൾ കൂടെ തരാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ഹിൻറ്റുകൾ എഴുതി വയ്ക്കാം. ഇതിലൊന്നാമത്തെ ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഡയമെൻഷൻ. ഇവിടെ ഇങ്ങനെ സ്ക്വയർ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷനോട് ഈക്വലാണ്. അതെന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷനോട് ഈക്വലാണ്. എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷനോട് ഈക്വലാണ്. അതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷനോടും ഈക്വൽ ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ എല്ലാവരും ഡയമെൻഷൻ എന്താ, സെയിം ആണ്. ഇവരുടെ എല്ലാവരും ഡയമെൻഷൻ സെയിം ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി പ്രഷറിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. ഇതെന്തായിരുന്നു, ML⁻⁻1 T⁻². ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും ഡയമെൻഷൻ എന്താണ്, ഈ എഴുതി വെച്ചിരിക്കുന്നതാണ്, ML⁻⁻1 T⁻². ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്, RCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് √LCയുടെ ഡയമെൻഷനോട് ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു L/Rൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആണ്. കണ്ടോ, ഇവരുടെ എല്ലാവരും ഡയമെൻഷൻ സെയിം ആണ്, ഈക്വൽ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടൈം. അതായത് ഇവരുടെയൊക്കെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമിൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആണ്. RC √LC ദെൻ L/R. എല്ലാവരും ഡയമെൻഷൻ ടൈമിൻ്റെ ഡയമെൻഷനോട് ഈക്വൽ ആണ്. ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, JEE നമ്മളോട് 2024 ചോദിച്ചൊരു ചോദ്യം ചെയ്യാം. നമ്മളോട് 2024 ചോദിച്ച ചോദ്യം ഇതാണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നിങ്ങൾ +2 പഠിച്ചൊരു സംഗതിയാണ്. അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഇക്വേഷൻ വേണം, അല്ലെങ്കിൽ യൂണിറ്റ് വേണം. സോ എനിക്കറിയാം ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, എനർജി ഈസ് ഈക്വൽ ടു HF. ഇതിൽ H എന്തായിരിക്കും, E/F ആയിരിക്കും. ഓക്കെ, E എനർജിയാണ്, F ഫ്രീക്വൻസിയാണ്. അപ്പോൾ Hൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, Hൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് എനർജിയുടെ ഡയമെൻഷൻ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു, ML²T⁻² ഡിവൈഡഡ് ബൈ, ഇവിടെ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എങ്ങനെ എഴുതുക,
ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1 ടൈം പീരീഡ് ആണ്. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ടീനെ മുകളിലേക്ക് എടുക്കുമ്പോൾ t⁻⁻1. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ t⁻⁻1 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എച്ചിൻ്റെ ഡയമെൻഷൻ നമുക്ക് എന്താണെന്ന് കിട്ടി? എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml². പിന്നെ ഐഡൻറ്റിറ്റി അനുസരിച്ച് കണ്ടോ, ടി അതുപോലെ തന്നെ എഴുതുക, പവറുകളെ മൈനസ് ചെയ്യുക. -2 -1 എത്രയെന്ന് കിട്ടും? t⁻⁻1 എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടിയാടാ? ഇവിടെ എഴുതി വയ്ക്കാം കേട്ടോ ഞാൻ. എച്ചിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ആവശ്യം വരും. അപ്പോൾ വീണ്ടും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കാം. എച്ചിൻ്റെ ഡയമെൻഷൻ, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ml² t⁻⁻1. ഓക്കെ, ശരി. അടുത്തായിട്ട് നമുക്ക് 2024 ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ലേറ്റന്റ് ഹീറ്റ്. നമുക്ക് ഇക്വേഷൻ അറിയണം. അപ്പോൾ ഇത് +1 പഠിക്കുന്ന ക്വാണ്ടിറ്റി ആണ്. ലേറ്റന്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ആണ്. താഴെ ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക? ക്യൂവിൻ്റെ ഡയമെൻഷൻ എഴുതുക. ക്യൂ എന്താ? ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? എനർജിയാണ്. സോ എനർജിയുടെ ഡയമെൻഷനാണ് എഴുതേണ്ടത്. ml² t⁻⁻2 ഡിവൈഡഡ് ബൈ മാസിൻ്റെ ഡയമെൻഷൻ m ക്യാൻസൽ, l² t⁻⁻2. അപ്പോൾ നമ്മുടെ ഇത് ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടി? ലേറ്റന്റ് ഹീറ്റിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടിയടാ? ml² m ഇല്ല അല്ലേ? m ക്യാൻസൽ ആയിപ്പോയി. l² t⁻⁻2 l² t⁻⁻2 ഇതാണ് നമ്മുടെ എല്ലിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ? ഇനി നമ്മളോട് 2024 ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ε0 ഈ സാധനത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ. +2 കാര്യമാണ്. ε0 പെർമിറ്റിവിറ്റി, എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഇക്വേഷൻ അറിയുന്നവരാണെങ്കിൽ ഒറ്റയടിക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതാം. ഈ ഫോർമുല എന്ന് പറയുന്നത് എനർജി ഓഫ് EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണിത്. എനർജി ഡെൻസിറ്റി ഓഫ് EM വേവ്. ഓക്കെ, എനർജി ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എനർജിയുടെ ഡയമെൻഷൻ ml² t⁻⁻2 ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? L³ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കണ്ടോ, പ്രഷർ, സ്ട്രെസ്, എനർജി ഡെൻസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഒക്കെ ഡയമെൻഷൻ എന്താ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് അല്ലേ? ml⁻⁻1 അങ്ങനെയല്ലേ കിട്ടുക? 2 ml⁻⁻1 t⁻⁻2. ഓക്കെ, അപ്പോൾ എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഇതാണ്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി? അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാടാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. ഇപ്പോൾ ഇതറിയുന്ന കുട്ടിക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എഴുതിയാൽ മതി. അതറിയില്ലെങ്കിലോ സാർ? അടുത്തൊരു ക്വസ്റ്റിനിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവരെന്ത് ചെയ്യണം? ചിലപ്പോൾ ഇയുടെയും ε0 വാല്യൂ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? JEE 2020 ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് b²/2μ0 കണ്ടോ, b²/2μ0ൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനാണ് JEE 2020 ചോദിച്ചത്. ഓക്കെ, സത്യത്തിൽ ഇതെന്തിനുള്ള ഇക്വേഷനാണ് സാർ? ഇതും എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. ഇതും എനർജി ഡെൻസിറ്റി ഓഫ് EM വേവ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. അതറിയുന്ന കുട്ടിക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. അതല്ലാത്ത കുട്ടിക്ക് ഇത് ചെയ്യാൻ 2-3 വഴികൾ. ഒന്നെങ്കിൽ ε0 ബിയുടെ ഒക്കെ ഡയമെൻഷൻ ഇട്ട് കൊടുക്കുക. അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ബൈ ഹാർട്ട് അറിയില്ല. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല കുട്ടികൾ. അതുപോലെ μ0ൻ്റെയും പെർമിയബിലിറ്റി ബൈ ഹാർട്ട് അറിയില്ല. +2 ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ മറ്റൊരു വഴി എന്ന് പറയുന്നത്, കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ എഴുതാണ് b²/2μ0 അല്ലേ? ഇതിന് ഞാൻ ഇങ്ങനെ എഴുതട്ടെ. ഒരു ബി എഴുതി, b² അല്ലേ, ഇൻറ്റു ഒരു ബിയും കൂടി ഇല്ലേ? ആ ബീനെ ഞാൻ എന്ത് എഴുതുകയാണ്? എനിക്കറിയാം ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ കോയിലിലെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എനിക്കറിയാം, μ0I/2r. കണ്ടോ? അപ്പോൾ അടുത്ത മാഗ്നറ്റിക് ഫീൽഡിന് വരെ ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എഴുതുകയാണ്. ഇതാണ് ഇക്വേഷൻ, μ0I
ഡിവൈഡഡ് ബൈ 2r. ഇവിടെ ഓൾറെഡി എന്തുണ്ടടാ, ഒരു 2 mu naught ഉണ്ട്. ഇതെന്തിനാണ് സാർ എഴുതിയത്? mu naught ക്യാൻസൽ ആയി പോവാൻ. ഓക്കെ, ശരി. സോ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണുള്ളത്, ബി ഉണ്ട് ഇൻറ്റു ഐ ഉണ്ട്. ഐന് ഞാൻ ഇങ്ങനെ എഴുതട്ടെ, കറണ്ടിന് ഞാൻ എങ്ങനെ എഴുതുക, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 2 × 2 4 ആണ്. പിന്നെ എന്തുണ്ടടാ, ഇവിടെ ഒരു 6 കൂടി ഉണ്ട് അല്ലേ, 4 × 6 ഉണ്ട്. പിന്നെ കറണ്ടിന് എങ്ങനെ എഴുതി, ഐനെ Q/T എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലും താഴെയും വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മുകളിലും താഴെയും വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെന്തിനാണ് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണ് സാധനം, QVB. ഇതെന്തിനുള്ള ഇക്വേഷനാണ്? ഇത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, +2 പഠിക്കുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സിംപിളി ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ മുകളിൽ ഫോഴ്സ് വന്നു, താഴെ എന്തുണ്ട്, താഴെ 4 6 പിന്നെ ഒരു ടൈം പിന്നെ ഒരു വെലോസിറ്റി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ അത് ഇതിനോട് ഈക്വൽ ആയിരിക്കില്ലേ? കണ്ടുപിടിച്ച് നോക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ, mLT⁻²2 ഡിവൈഡഡ് ബൈ 4. അതൊരു കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ നെഹി. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മുടെ സർക്കുലാർ ലൂപ്പിന്റെ റേഡിയസ് ആണ് അല്ലേ, അതൊരു ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ എഴുതുക, L എന്ന് എഴുതി. ഇനി T എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഡയമെൻഷൻ T. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് നമ്മൾ എങ്ങനെ എഴുതുക, LT⁻⁻1. ഓക്കെ, ഇവിടെ നമ്മുടെ L ക്യാൻസൽ. പിന്നെ ഇവിടെ എന്താണ് ഉള്ളത്, പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് എന്താ, ഇവിടെ T⁻², ഇവിടെ T⁻⁻1 അല്ലേ. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും, ബാക്കി T⁻⁻1 എന്ന് കിട്ടി അല്ലേ. സോ നമുക്കിവിടെ M അവിടെ ഉണ്ട്, Lന് മുകളിലേക്ക് എടുത്തപ്പോൾ L⁻⁻1. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ -1, ഇവിടെ 1 അല്ലേ, -1 T⁻⁻2. ഇതല്ലേ ഇത് രണ്ടും സെയിം അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ആക്ച്വലി എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണത്. അപ്പോൾ അത് അറിയുന്ന കുട്ടിക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എഴുതിയാൽ മതി. അതല്ലാത്തവർ എന്ത് ചെയ്യേണ്ടി വരും, അതല്ലാത്തവർ നമ്മളോട് എന്താ ചെയ്തത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ കിട്ടുമ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്തിട്ട് ഫോഴ്സിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം. അതല്ലെങ്കിൽ എനർജിയുടെ ടേംസിലേക്ക് ഇക്വേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കണം. അതാണ് ട്രിക്ക്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഡൈമെൻഷണൽ ഫോർമുലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. H നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല നമുക്കൊന്ന് ഡിറൈവ് ചെയ്താലോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഇക്വേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓർമ്മയുണ്ടോ, G×m1m2/r². അത് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇതിൽ നിന്നും G എന്തായിരിക്കും സാർ, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F(r²) ഡിവൈഡഡ് ബൈ m1m2. ഓക്കെ, സോ ഞാൻ ഇവിടെ m² എന്ന് എഴുതട്ടെ, ശരിയല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ജിയുടെ ഡയമെൻഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻². r എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ്. അപ്പോൾ L എന്ന് എഴുതി L² ഡിവൈഡഡ് ബൈ മാസിൻ്റെ ഡയമെൻഷൻ M, അതിൻ്റെ സ്ക്വയർ അല്ലേ. സോ ഇവിടെ ഒരു മാസ് ക്യാൻസൽ, ഈ മാസ് മുകളിലേക്ക് വരുന്നു. സോ m⁻⁻1 L × L², L³ T⁻⁻3. ഇതായിരിക്കും ഇവിടെ എന്ത്, നമ്മുടെ ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വയ്ക്കാം, അടുത്ത ക്വസ്റ്റ്യൻസിൽ ആവശ്യം വന്നാലോ. സോ ക്യാപിറ്റൽ ജിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു m⁻⁻1 L³ T⁻⁻⁻, ഇവിടെ T⁻⁻2 അല്ലേ ഉള്ളൂ, 3 എന്തിനാ എഴുതിയിരിക്കുന്നത്, T⁻⁻2. ഓക്കെ, L³ T⁻⁻2. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, m⁻⁻1 L³ T⁻⁻2. ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. +2 ക്വാണ്ടിറ്റിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. V എന്നാണ് എഴുതുന്നത്, അത് വെലോസിറ്റി അല്ല, വോൾട്ടേജ് ആണത്. പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജും സെയിം ആണ്, വോൾട്ടേജ് ആണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഇക്വേഷൻ വേണം. ഇക്വേഷൻ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സാർ ആദ്യം വർക്കിൻ്റെ ഡയമെൻഷൻ എഴുതണം. എന്താ, mL² T⁻⁻2 ഡിവൈഡഡ് ബൈ ചാർജിനെ
ഇങ്ങനെ എഴുതി കൂടെ കറന്റ് ഇൻറ്റു ടൈം അല്ലേ ചാർജ്? യെസ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയമെൻഷൻ ആംബിയർ, ടൈമിൻ്റെ ഡയമെൻഷൻ ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടൂടാ? ഡയമെൻഷണൽ ഫോർമുല ml². ഇവിടെ എന്താണ് ഉള്ളത്? T⁻² -1 അല്ലേ? T⁻³ എന്ന് കിട്ടും. എ മുകളിലേക്ക് പോകുമ്പോൾ A⁻−1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഞാൻ ഇവിടേക്ക് എഴുതി വയ്ക്കുകയാണ്. എന്താ ഡയമെൻഷണൽ ഫോർമുല? വോൾട്ടേജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻³ A⁻−1. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാത്തിരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് എഴുതാം. ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഫോഴ്സ് ബൈ ചാർജ് ആണ്, അത് ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോടാ, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു V/R. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചിട്ടില്ലേ? അല്ലേ? ഇവിടെ ഇത് ഡിഫറൻസിയേഷന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളി എങ്ങനെ എഴുതാം? ഡയമെൻഷൻ എഴുതാൻ V/R എന്ന് എഴുതിയാൽ മതി. ഓക്കെ, മൈനസിനൊന്നും ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു V/R അല്ലേ? വിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? ml² T⁻³ A⁻−1 ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലേ? ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലെങ്ത് എന്ത് ചെയ്യും? പോവും അല്ലേ? ബാക്കിയുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളത് എഴുതുക. ml⁻³ A⁻−1. വോൾട്ടേജിൻ്റെ ഡയമെൻഷനേക്കാളും ഒരു L കുറവാണ് ആർക്ക്? ഇലക്ട്രിക് ഫീൽഡിന്. ക്ലിയർ? ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ സാക്ഷാൽ ആരുടെയാണ്? ε0യുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാലോ? ഡയമെൻഷൻ ഓഫ് പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്ക് ഇക്വേഷൻ വേണം. ഏതാണ് സാർ ഇക്വേഷൻ? +2 പഠിക്കുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. F = 1/4πε0 Q1 Q2/R². ഇതിന് ε0 എന്തായിരിക്കും സാർ? ε0 എന്ന് പറഞ്ഞാൽ 1/4π ഫോഴ്സ്, പിന്നെ എന്താ ഉള്ളതാ? Q1 Q2/R². ഇങ്ങനെ എഴുതി കൂടെ ε0യുടെ ഇക്വേഷൻ. ശരി, ഇതിൽ നമുക്ക് ε0യുടെ ഡയമെൻഷൻ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഓരോരുത്തരും ഡയമെൻഷൻ കൊടുക്കുക അല്ലേ? Q × Q. ഓക്കെ, Q × Q. Q² എന്ന് എഴുതട്ടെ. Qൻ്റെ ഇക്വേഷൻ എന്താണ്? IT അല്ലേ? അപ്പോൾ Q² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I² T² അല്ലേ? ഐയുടെ ഡയമെൻഷൻ ആംബിയർ, അതിൻ്റെ സ്ക്വയർ A². ടിയുടെ ഡയമെൻഷൻ T, അതിൻ്റെ സ്ക്വയർ T² ഡിവൈഡഡ് ബൈ, ഇവിടെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നടാ? ml⁻². ഇനി R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസിന് L, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ നേരെ എഴുതിയാൽ ഇതിൻ്റെ ആൻസർ ആയി അല്ലേ? M മുകളിലേക്ക് പോകുമ്പോൾ m⁻−1. ഇവിടെ എന്താ ഉള്ളത്? L³ ആണ് അല്ലേ? L³ മുകളിലേക്ക് പോകുമ്പോൾ L⁻−3. പിന്നെ ഇവിടെ എന്താണ് ഉള്ളത്? ഇവിടെ T അങ്ങനെ തന്നെ എഴുതി. ഇവിടെ +2 -2 അല്ലേ? അപ്പോൾ 2 -2 എത്ര കിട്ടുക? T⁻4 എന്ന് കിട്ടും. പിന്നെ ഇവിടെ എന്താണ് ഉള്ളത്? പിന്നെ ഇവിടെ ഒരു A² ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ε0യുടെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടി? ε0യുടെ ഡയമെൻഷൻ m⁻1 L⁻−1 L⁻−3 T⁻4 പിന്നെ A⁻² എന്ന് കിട്ടി അല്ലേ? T⁻4 A⁻². ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ε0യുടെ ഡയമെൻഷൻ ഓർത്ത് വയ്ക്കുക. ഇതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആള് അതാരാണ് സാർ? പെർമിയബിലിറ്റിയുടെ ഡയമെൻഷനാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പെർമിയബിലിറ്റി. ഓക്കെ, μ0ൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഡിറൈവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ പെർമിയബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നമുക്ക് എളുപ്പം എനിക്ക് തോന്നിയ ഇക്വേഷൻ ഇതാണ്. നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട്, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. 1/√ε0 μ0. ഈ ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലോ?
എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് c² = 1/ε0 μ0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് μ0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/ε0 c² എന്ന് കിട്ടും. അപ്പം μ0ൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും സാർ? എന്തായിരിക്കും പറ? 1/ε0 ഡയമെൻഷൻ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. m⁻⁻1 പിന്നെ l⁻⁻3. കാൽക്കുലേഷനിൽ തെറ്റാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്, ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ ചെയ്യണം. t⁴ a². പിന്നെ ഇതെന്താടാ? സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ സിക്ക് പകരം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതണം, അതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ l² t⁻² എന്ന് കിട്ടും അല്ലേ? ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എന്തായി? ആൻസർ ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു m മുകളിലേക്ക് അയക്കുക അല്ലേ? അപ്പം m മുകളിലേക്ക് പോയി. പിന്നെ ഇവിടെ എന്തുള്ളത്? ഇവിടെ l⁻⁻3, ഇവിടെ 2 അല്ലേ? -3 + 2 l⁻⁻1 എന്ന് കിട്ടും അല്ലേ? അത് മുകളിലേക്ക് പോകുമ്പോൾ l മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? -3 + 2 -1 മുകളിലേക്ക് പോയി. ഇനി ഇവിടെ ഉള്ളത് എന്താ? 4 + -2 എത്രയാണ് കിട്ടുക? ഇവിടെ t² എന്ന് കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് എന്താ കിട്ടുക? t² എന്നല്ല കിട്ടുക, അത് മുകളിലേക്ക് പോകുമ്പോൾ t⁻². ഇനി ഇവിടെ a² മുകളിലേക്ക് പോകുമ്പോൾ a⁻². അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയടാ? μ0ൻ്റെ ഡയമെൻഷൻ ml⁻², a⁻² എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതി വയ്ക്കാം. μ0ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് μ0ൻ്റെ ഡയമെൻഷൻ = ml⁻², a⁻². ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, പക്ഷെ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തു ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൂടെ എഴുതിയാലോ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇക്വേഷൻ വേണം. എനിക്ക് എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടടാ. E/c ഇങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി ഇക്വേഷൻ. E/b = വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ഇവിടേക്ക് എഴുതുക അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ച് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്തായിരുന്നു? ml⁻³ a⁻⁻1 ഡിവൈഡഡ് ബൈ സിയുടെ l⁻⁻, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് കേട്ടോ, l⁻⁻1. l ക്യാൻസൽ, പിന്നെന്തുള്ളത്? അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m അവിടെ ഉണ്ട്, ഇവിടെ എന്തുള്ളത്? t⁻³ -3 -1 അല്ലേ? -3 + 1, സോ t⁻², a⁻⁻1. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഇതായിരിക്കും. ഓക്കെ, m⁻², a⁻−1. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി, ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEE 2020 ചോദിച്ച ചോദ്യം, JEE 2020 ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നു F = √hc⁴hc⁵ ഡിവൈഡഡ് ബൈ g. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണോടാ? ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് F ഈസ് ദാറ്റ് ഓഫ് ഡാഷ്. ഓക്കെ, എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയമെൻഷനോട് സിമിലർ ആണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് എനർജി ഡെൻസിറ്റി, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? ആൻസർ പറയാം. ഓക്കെ, സോ ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? നമുക്ക് എഫ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. പിന്നെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എഴുതാം. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് അവിടേക്ക് എഴുതി കൊടുക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിൻ്റെ ഫോർമുല ml² t⁻⁻1. സി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ തരും കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഫോർമുല l⁻⁻1. അതിനെ 5ൻ്റെ പവർ കൊടുക്കുമ്പോൾ l⁵ t⁻⁻5 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ജി എന്താടാ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അത് ഇട്ട് കൊടുത്താൽ മതി. m⁻⁻1
എൽ ക്യൂബ് ടി റേസ് ടു -2. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക. കുറച്ച് പണികളുണ്ട്. ഇവിടെ എൽ സ്ക്വയർ, ഇവിടെ നമുക്ക് ഇവിടെ എൽ ക്യൂബാണ് അല്ല, അപ്പോൾ ഈ എൽ സ്ക്വയർ പോയി, പിന്നെ ഇതിൽ നിന്ന് ഇത് പോയി, അപ്പോൾ എത്രയായി? എൽ റേസ് ടു 4 എന്ന് കിട്ടും. ശരിയല്ലേ? ശരി. ഇനി ഇവിടെ റൂട്ടിൻ്റെ അകത്ത് ഇവിടെ എന്താണുള്ളത്? എം ഇടുക. ഇവിടെ 1 ആണ്. 1 - -1 എം സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇനി ഇവിടെ എന്താ ഉള്ളത്? ടിയുടെ പവർ നോക്കുമ്പോൾ ഇവിടെ ടി റേസ് ടു -2, അതിലൊരെണ്ണം ഇവിടെ പോയി, പിന്നെന്ത് ചെയ്യും? ബാക്കി ഒരെണ്ണം ഉള്ളത് ഇവിടെ പോകുമ്പോൾ എന്തായിട്ട് മാറുക? ടി റേസ് ടു -4 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഇവിടെ ബാക്കി എന്തുള്ളത്? എൽ റേസ് ടു 4 ഉണ്ട്, പിന്നെ ടി റേസ് ടു -4 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടുക? റൂട്ട് എടുക്കുമ്പോൾ എം സ്ക്വയർ, റൂട്ട് എടുക്കുമ്പോൾ എം കിട്ടി, എൽ റേസ് ടു 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എൽ സ്ക്വയർ കിട്ടി, ടി റേസ് ടു -4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ടി റേസ് ടു -2 എന്ന് കിട്ടി. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് ആരുടെ ഡയമെൻഷനാണ് സാർ? ഇത് എനർജിയുടെ ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഓഫ് എഫ് ഈസ് ദാറ്റ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അപ്പോൾ എനർജി ഓപ്ഷനിലുണ്ട്, നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ശരി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JEE 2020 തന്നെ ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതാണ്: IF v² ഡിവൈഡഡ് ബൈ WL റേസ് ടു 4 ഉണ്ടോ? ഇങ്ങനെ നമുക്കൊരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് കണ്ടോ, x ഈക്വൽ ടു ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് x ആണോ? ഇത് x ആണ്. ഡയമെൻഷൻ ഓഫ് x ഈസ് ദാറ്റ് ഓഫ് ഡാഷ്. എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തിനോട് സിമിലർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, IF v² ബൈ WL റേസ് ടു 4. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ എന്തിനോട് സിമിലർ ആണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ഡയമെൻഷൻ ഫോർമുല എഴുതുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത്. ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഐ ഈസ് ഈക്വൽ ടു mr² ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ. എം എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പോൾ മാസിന് നമ്മൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻ m ആണ്. r ഡിസ്റ്റൻസ് ആണ്, ഡയമെൻഷൻ l ആണ്, സ്ക്വയർ ചെയ്യണം. അപ്പോൾ L സ്ക്വയർ. ഇനി v എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈംസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും. v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ LT റേസ് ടു -1 സ്ക്വയർ ചെയ്യുമ്പോൾ L സ്ക്വയർ T റേസ് ടു -2 ഡിവൈഡഡ് ബൈ താഴത്തുള്ളത് W എന്ന് പറയുന്നത് വർക്കാണ്. വർക്കിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞു, ml² T റേസ് ടു -2, ഇവിടെ L റേസ് ടു 4. അപ്പോൾ ഇത് ഇനി സോൾവ് ചെയ്യുന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇവിടെ കാൽക്കുലേഷൻ തെറ്റായിട്ടുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടുള്ളത്, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ L സ്ക്വയർ പോയി, L സ്ക്വയർ പോയി. പിന്നെ ഇവിടെ L റേസ് ടു, ഇവിടെ L സ്ക്വയർ, ഇവിടെ L റേസ് ടു 4 ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? L റേസ് ടു 2 ആക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്തുള്ളത്? നമ്മളവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം നമ്മൾ എഴുതിയില്ല അല്ലേ? അപ്പോൾ നമ്മളൊന്നും കൂടെ എഴുതണം. ശ്രദ്ധിക്കാം, ഇവിടെ I എന്ന് പറയുന്നത് m × L സ്ക്വയർ. ഫോഴ്സിൻ്റെ എന്തായിരുന്നു? mlt റേസ് ടു -2. ഫോഴ്സിന് നേരത്തെ എഴുതിയില്ല. ഇനി വെലോസിറ്റിയുടെ എന്ന് പറയുന്നത് L സ്ക്വയർ T റേസ് ടു -2 ഡിവൈഡഡ് ബൈ വർക്കിൻ്റെ ml സ്ക്വയർ T റേസ് ടു -2 ഇൻറ്റു L റേസ് ടു 4. അപ്പോൾ ശരിയാണോ? ശരി. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഈ m ക്യാൻസൽ, ഞാൻ മാച്ചുകളാണല്ലേ ഇനി വിട്ടികളെ. m ക്യാൻസൽ, ഇവിടെ ഒരു m ഉണ്ട്, അതിന് ഞാൻ ഇവിടേക്ക് എഴുതി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ L സ്ക്വയർ ക്യാൻസൽ അല്ലേ? ഇവിടെ ഒരു എന്തൊക്കെയുള്ളത്? ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ എത്രയുണ്ട്? L ക്യൂബ് ഉണ്ട്. ഇവിടെ എന്തുള്ള L റേസ് ടു 4 ആണ്. ഓക്കെ, ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? L മാത്രമേ ഉണ്ടാവുള്ളൂ. Lനെ ഞാൻ മുകളിലേക്ക് എടുക്കട്ടെ, വേറെ L ഒന്നുമില്ല, L റേസ് ടു 1 അല്ലേ? പിന്നെ ഇവിടെ എന്താണ് ഉള്ളത്? T റേസ് ടു -2 ക്യാൻസൽ. ബാക്കി ഇവിടെ ഒരു T റേസ് ടു -2 ഉണ്ട്. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി ഡെൻസിറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിൻ്റെ ഡയമെൻഷൻ ഇതിനോട് ഈക്വലാണ്. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷനോട് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് 2020 ചോദിച്ച ചോദ്യം. അടുത്തതായിട്ട് നമുക്ക്
20-ൽ തന്നെ ചോദിച്ചാൽ മറ്റൊരു ചോദ്യം ചെയ്യാം. 2020-ൽ ചോദിച്ചാൽ മറ്റൊരു ചോദ്യം. ഓക്കെ, വയ്ക്കാം. ശരി. അപ്പോൾ നമ്മൾ 2020-ൽ ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡൈമെൻഷൻസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ഡൈമെൻഷൻ തന്നിട്ടുണ്ട് 1/√ε0 μ0 തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വൈയുടെ ഡൈമെൻഷൻ തന്നിട്ടുണ്ട്. ഡൈമെൻഷൻ ഓഫ് y ഈസ് ഈക്വൽ ടു E/b. വൈയുടെ ഡൈമെൻഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെഡിൻ്റെ ഡൈമെൻഷൻ തന്നിട്ടുണ്ട്. z ഈക്വൽ ടു L/RC. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഡൈമെൻഷൻ അല്ലടാ, നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. കണ്ടോ, എക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, വൈയുടെ ഇക്വേഷൻ E/b, സെഡിൻ്റെ ഇക്വേഷൻ L/RC. ഓക്കെ, ഇവിടെ R റെസിസ്റ്റൻസ്, C കപ്പാസിറ്റൻസ്, ഇവിടെ E ഇലക്ട്രിക് ഫീൽഡ്, B മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ε0 μ0, പെർമിറ്റിവിറ്റി, പെർമിയബിലിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഡൈമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വൈ ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് സെഡ്. അടുത്തത് ഡൈമെൻഷൻ ഓഫ് സെഡ് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വൈ, ഡൈമെൻഷൻ ഓഫ് നോട്ട് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് സെഡ്. കണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ട് ഡൈമെൻഷൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വൈ നോട്ട് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് സെഡ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഓരോന്നിൻ്റെയും ഡൈമെൻഷനുകൾ കണ്ടുപിടിച്ച് നോക്കുക, എന്നിട്ട് ഏത് റിലേഷനാണ് ശരി എന്നുള്ളത് പിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്തിൻ്റെ ഇക്വേഷനാടാ? ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷനാണ്. ശരിയല്ലേ? C ഈക്വൽ ടു 1/√ε0 μ0. നേരത്തെ പറഞ്ഞൊന്നുണ്ടായിരുന്നില്ലേ, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലായി. എക്സിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈമെൻഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡൈമെൻഷനാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, L/−1 എന്ന് എഴുതാം. ക്ലിയർ? ഇത് നമുക്ക് അടുത്തത് വൈയുടെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E/b ആണ് അല്ലേ? E/b. സാർ, ഇതിൽ ഞങ്ങൾ ഇയുടെ ഡൈമെൻഷനും ബിയുടെ ഡൈമെൻഷനൊക്കെ ഇട്ട് കൊടുക്കണം? വേണ്ട. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്താ? ഇങ്ങനത്തെ ഇക്വേഷൻസിനെ ഒന്നെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാക്കി മാറ്റുക, അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരിക. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലും താഴെ എന്ത് ചെയ്യാം, ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മുകളിലും താഴെയും ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതുപോലെ മുകളിലും താഴെ എന്ത് ചെയ്തു, വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ സാർ, ഈ QE എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. QE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ QEക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? F എന്ന് എഴുതാം. ഫോഴ്സ് ആണത്. കൂടെ എന്തുണ്ടാ? ഒരു വെലോസിറ്റി ഉണ്ട്. ഡിവൈഡഡ് ബൈ QVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അത് എന്താണ് സാർ? അതൊരു ഫോഴ്സിൻ്റെ തന്നെ ഇക്വേഷനാണ്. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇവിടെ ഫോഴ്സ് ക്യാൻസൽ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താടാ? വെലോസിറ്റിയോട് ഈക്വൽ ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡൈമെൻഷൻ എന്താ? വൈയുടെ ഡൈമെൻഷൻ എങ്ങനെയാണെന്ന് എഴുതാം? വെലോസിറ്റിയുടെ ഡൈമെൻഷൻ L/−1. ക്ലിയർ? അടുത്തായിട്ട് നമുക്കുള്ളത് L/RC. RCയുടെ ഡൈമെൻഷൻ ടൈമിൻ്റെ ഡൈമെൻഷനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് സെഡിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ Z ഈക്വൽ ടു L/RCക്ക് പകരം എന്ത് എഴുതാടാ? ടൈം എന്ന് എഴുതാം. ടൈമിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ L/−1. അതായത് സെഡിൻ്റെ ഡൈമെൻഷനും നമ്മുടെ വൈയുടെ ഡൈമെൻഷനും എക്സിൻ്റെ ഡൈമെൻഷനും എന്താടാ? സെയിം ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്ത്? റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ E/b എന്നൊക്കെ വരുന്ന സമയത്ത് ഇയുടെയും ബിയുടെയും ഡൈമെൻഷൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ക്യാൻസൽ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഫോഴ്സിൻ്റെ ടൈംസിലേക്ക് ഇക്വേഷനെ മാറ്റുക, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യടാ, അല്ലെങ്കിൽ എനർജിയുടെ ടൈംസിലേക്ക് ഇക്വേഷനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 2021 ചോദിച്ച ജെയുടെ ഒരു ചോദ്യമാണ്. 2021 ചോദിച്ച ജെയുടെ ചോദ്യം ശ്രദ്ധിക്കാം. 2021 നമ്മളോട് ചോദിച്ചത് ലാംഡ ഈസ് ഈക്വൽ ടു C/V എന്ന് തന്നിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു C/V എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ് ലാംഡ. ലാംഡയുടെ ഡൈമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും?
ശ്രദ്ധിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാംഡ ഈക്വൽ ടു സി ബൈ വി എന്ന് എഴുതി. കപ്പാസിറ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സി ഈസ് ഈക്വൽ ടു, നിങ്ങളതിനെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ക്യൂ ഈസ് ഈക്വൽ ടു സി വി. അപ്പോൾ സി എന്തായിരിക്കും, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബൈ വി. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ, +12 ഇക്വേഷൻ ആണ്. സി ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ സിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ ബൈ വി എന്ന് എഴുതാം. താഴെ ഒരു വി കൂടി ഉണ്ട്, അപ്പോൾ എന്താവും, വി സ്ക്വയർ ആയി. ക്ലിയർ. ഇത് നമുക്ക് ചാർജിന് എങ്ങനെ എഴുതാടാ, ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ചാർജിനെ നമുക്ക് കറണ്ട് ഇൻറ്റു, ചാർജിന് നമുക്ക് എങ്ങനെ എഴുതാം, ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ഇൻറ്റു ടൈം അല്ലേ. കറണ്ടിൻ്റെ ഡൈമെൻഷൻ എ ആണ്, കറണ്ടിൻ്റെ ഡൈമെൻഷൻ എ ആണ്, ടൈമിൻ്റെ ഡൈമെൻഷൻ ടി ആണ്, താഴത്ത് വോൾട്ടേജ് ആണ്. നമ്മൾ ഓൾറെഡി വോൾട്ടേജ് കണ്ടുപിടിച്ചാണല്ലോ, അപ്പോൾ ഞാൻ വീണ്ടും കണ്ടുപിടിക്കണ്ടല്ലോ. സോ ഡയറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കൊടുക്കുക എഴുതട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും, വേറെ വഴികളില്ല. ശരി, mL² T⁻³ A⁻⁻1. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു m എന്ന് കിട്ടി. L² മുകളിലേക്ക് എഴുതാം, L⁻². ഇവിടെ ടി എഴുതിയിട്ട് ഇവിടെ 1 ഉണ്ട്, 1 -3 T⁻⁴. എന്നെ മുകളിലേക്ക് എടുക്കുമ്പോൾ എ എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാംഡയുടെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ, ക്ലിയർ, ഓക്കെ, ക്ലിയർ ആണ്. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, JEE 2021 ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 9ാമത്തെ ചോദ്യമായിരിക്കും ഇതെന്ന് തോന്നുന്നു. ശരി, 2021 ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് 1/4πε0 E²/hcയുടെ ഡൈമെൻഷൻ കണ്ടുപിടിക്കണം. കണ്ടോ, നമുക്ക് തന്നിരിക്കുന്നു ലെറ്റ് എക്സ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഡൈമെൻഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, അതായത് ഈ ഒരു സാധനത്തിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ് ആണ്, ഇ എന്ന് പറയുന്നത് ചാർജ് ആണ്, എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ മുകളിലും താഴെയും ഞാൻ എന്ത് ചെയ്തു, r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ 1/4πε0, ഈ ഒരു സാധനം, ഈ വരയ്ക്കുന്ന സാധനത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആക്ച്വലി കൂളംസ് ഫോഴ്സ് ആണ്. 1/4πε0 ചാർജിൻ്റെ സ്ക്വയർ/r², അത് കൂളംസ് ഫോഴ്സ് ആണ്. സോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാടാ, ഫോഴ്സ് എന്ന് എഴുതാം. കണ്ടോ, ഫോഴ്സ്. പിന്നെ അവിടെ എന്താ ഉള്ളത്, ഒരു r² ഉണ്ട് /hc ഉണ്ട്. ഇനി നമ്മൾ പണിയെടുക്കണം. എഫിൻ്റെ ഡൈമെൻഷണൽ ഫോർമുല mL⁻². r എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ്, L² / h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് ഭാഗ്യമായി. mL² T⁻⁻1 അല്ലേ. പിന്നെ സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, L⁻⁻1 അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ക്യാൻസൽ. പിന്നെ ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L² ഉണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ ഇവിടെ ഉള്ളത് L² മുകളിലുണ്ട്. ഇവിടെ T⁻⁻1 T⁻⁻1 എല്ലാം ക്യാൻസലായി, എല്ലാം ക്യാൻസലാവോ, യെസ്. m⁻0 L⁻0 T⁻0. ഓക്കെ, ഇതിനെന്തില്ലടാ, ഈ ക്വാണ്ടിറ്റി എന്താ, ദിസ് ഈസ് ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലേ. ഇതിലേതെങ്കിലും എന്താ പറയുക, ഡൈമെൻഷൻസ് ഉണ്ടോ, മാസ് ആൻഡ് ഡൈമെൻഷൻ, മാസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, mass⁻0. ഇല്ല, ലെങ്ത് ഉണ്ടോ, ലെങ്ത് ഇല്ല, അപ്പോൾ L⁻0. ടൈം ഉണ്ടോ, ഇല്ല, അപ്പോൾ T⁻0. ഇതെന്താണ് സാർ ഇങ്ങനെ എഴുതിയത്, കാരണം എനിക്കറിയാം m⁻0 എന്ന് പറഞ്ഞാൽ എത്രയാ, 1 ആണ് അല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ⁻0 വച്ചിട്ട് എഴുതണം. ക്ലിയർ, ഓക്കെ. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലൊക്കെയാണ്. JEE 2021 തന്നെ മറ്റൊരു ചോദ്യം നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഫൈൻഡ് dimensional formula of solar constant. സോളാർ കോൺസ്റ്റന്റിന്റെ ഡൈമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, നമുക്കിതും പറഞ്ഞു തന്നു. വേർ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, സോളാർ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോളാർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഇതാണ് നമ്മുടെ സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ. സോളാർ എനർജി
സോളാർ എനർജി ആയിക്കൊള്ളട്ടെ, ഹീറ്റ് എനർജി ആയിക്കൊള്ളട്ടെ, എന്ത് എനർജി വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, എനർജിയാണ് അല്ലേ. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്താ? ml² (10⁻²) ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? ഏരിയ. ഏരിയയുടെ ഡയമെൻഷൻ L². പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു ടൈം ഉണ്ട് അല്ലേ. സോ L² ക്യാൻസൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു m അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ t എന്ന് എഴുതുക, -2 -1 T⁻³ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സോളാർ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് JEE പ്രീവിയസ് ഇയറിൽ ഡയമെൻഷണൽ ഫോർമുല എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുകളായിട്ട് വരും. ബൈ.